മേഖലയിലെ ക്രൂരതകളും മ്ലേച്ഛതകളും തുറന്നുകാട്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സിനിമയിൽ വാഴുന്നത് ക്രിമിനലുകൾ. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നവർക്ക് മാത്രം അവസരമെന്ന് മൊഴി. ചൂഷണം ചെയ്തവരിൽ പ്രധാന നടന്മാർ. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കുന്നു. അവസരം കിട്ടാൻ സഹകരിക്കുന്നവർ അറിയപ്പെടുന്നത് കോഡ് പേരുകളിലെന്നും കമ്മിറ്റി റിപ്പോർട്ടിൽ. സിനിമാ മേഖലയിലെ ചൂഷണങ്ങളിൽ സർക്കാർ ഇടപെടൽ തേടി ഹേമ കമ്മീഷൻ. ICC മാത്രം പോരാ, ബദലായ സ്വതന്ത്ര സംവിധാനം വേണം. പരാതി പരിഹാര സംവിധാനം നിയമപരമാക്കണമെന്നും കമ്മീഷൻ. റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടി ഉണ്ടാകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ എല്ലാ വായ്പകളും 1 വർഷത്തേക്ക് മൊറട്ടോറിയം. തീരുമാനം സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ. ദുരിതബാധിതരിൽ നിന്ന് ബാങ്ക് EMI ഈടാക്കിയതിൽ പ്രതിഷേധം. കൽപ്പറ്റ ഗ്രാമീൺ ബാങ്ക് ഉപരോധിച്ച് യുവജന സംഘടനകൾ. കൊൽക്കത്തയിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ അതിക്രൂരമായി പീഡനം നടന്നെന്ന് കണ്ടെത്തൽ. മരണം ശ്വാസം മുട്ടിച്ചതിനെ തുടർന്ന് ബലാത്സംഗക്കൊലയിൽ പ്രതിഷേധം ശക്തം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിൽ സമാന്തര OPയുമായി ഡോക്ടർമാർ. KTDD ചെയർമാൻ PK ശശി രാജിവെച്ചേക്കും. തീരുമാനം പാർട്ടി ഫണ്ടിൽ നിന്നും ലക്ഷങ്ങൾ തിരിമറി നടത്തിയെന്ന ആരോപണത്തിൽ. രാജിവെക്കുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായ തീരുമാനമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി. അച്ചടക്ക നടപടിയെടുത്തിട്ടില്ലെന്ന് MV ഗോവിന്ദൻ. ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലിൽ കൂടുതൽ അന്വേഷണത്തിന് CBI. മുൻ ലോഡ്ജ് ജീവനക്കാരിയുടെ മൊഴിയൊടുക്കും. CBI ഉദ്യോഗസ്ഥർ നാളെ മുണ്ടക്കയത്ത്.